കൊച്ചി തീരത്ത് മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഇതോടെ തീരദേശത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു പരിധിവരെ ശമനമാകുമെന്നാണ് അറിയുന്നത്. 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡും 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളുമാണ് ഉണ്ടായിരുന്നത്. കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമായ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ അസറ്റിലിൻ എന്ന വാതകമുണ്ടാകും. ഇത് പെട്ടെന്ന് തീപിടിക്കും. മാത്രമല്ല മനുഷ്യ ശരീരത്തിനും ഹാനികരമാണ്. കപ്പലിൽ 643 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 640 കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. ക്യാഷ് എന്നെഴുതിയ 4 കണ്ടെയ്നറുകളിൽ കശുവണ്ടിയായിരുന്നു. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയും ഉണ്ടായിരുന്നു. 39 കണ്ടെയ്നറുകളിൽ തുണി നിർമ്മാണത്തിനുള്ള പഞ്ഞിയും 87 കണ്ടെയ്നറുകളിൽ തടികളുമായിരുന്നു. കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നേരത്തെ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ കപ്പൽ അപകടം എങ്ങനെ ബാധിച്ചുവെന്ന് അറിയിക്കണം. വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ നടപടി ആരംഭിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കപ്പൽ അപകടത്തിൽ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് TN പ്രതാപനാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. അപകടത്തെ തുടർന്നുള്ള മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരവും പുനരധിവാസ പദ്ധതിയും നടപ്പിലാക്കണമെന്നും TN പ്രതാപന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. പരിസ്ഥിതി ആഘാതം വിലയിരുത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയോഗിക്കണം. കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.